പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ വിവാദമായിരുന്നു. കാരണം ആ ഒരു ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മന്ത്രി എം പി രാജേഷ് തീരെഴുതി കൊടുത്തു എന്നുള്ള ആരോപണമൊക്കെ വന്നിരുന്നു. പ്രതിപക്ഷം ഇന്ന് മന്ത്രി എം പി രാജേഷിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കും. സഭാ ചട്ടപ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകിയ ശേഷമായിരിക്കും ആരോപണം ഉന്നയിക്കുക. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ അവതരിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. സലീം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും തത്സമയം ചെയ്യുന്നത്. സലീം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സഭയിലെ വിഷയങ്ങൾ, പ്രധാനമായ ചർച്ചാ വിഷയങ്ങൾ ഈ പറയുന്ന ബ്രൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ട അനുമതി അത് എങ്ങനെ കിട്ടി എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും. അതിൽ വലിയൊരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ എല്ലാ കോപ്പുകളും കൂട്ടിയിരിക്കുന്നു UDF. മറുഭാഗത്ത് അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കും സർക്കാർ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അഴിമതി ആരോപണത്തിൽ പിന്നോട്ട് പോയി പ്രതിപക്ഷം എന്നൊക്കെ ഇന്നലെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞെങ്കിലും ഇന്ന് അത് കൂടുതൽ ശക്തമായി ആരോപിക്കാനാണ് സാധ്യത പ്രതിപക്ഷ നിരയിൽ നിന്ന്. അപ്പോൾ എന്തായിരിക്കും ഇന്ന് സഭയിൽ ഉണ്ടാവുക, സലിം? ഗുഡ് മോർണിംഗ് പ്രജന ആൻഡ് ക്രിസ്റ്റീന. ഇത് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതായത് മന്ത്രി എം പി രാജേഷിനെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ അക്രമം ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും വ്യത്യസ്ത വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ ഈ ബ്രൂവറി വിഷയത്തിലെ അഴിമതി ആരോപണം ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെ അത് നിയമസഭയിലേക്ക് എത്തുകയാണ്. നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് സഭാ ചട്ടപ്രകാരം ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ സഭാ ചട്ടപ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകണം. അത് ആ മുറയിൽ തന്നെ നടത്തി ഒരു അഴിമതി ആരോപണം എന്ന നിലയിൽ മന്ത്രി എം പി രാജേഷിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷം ഇന്ന് ലക്ഷ്യമിടുന്നത്. എലപ്പുള്ളിയിൽ ഈ നിലയിൽ ഒരു ബ്രൂവറി പ്ലാന്റിന് അനുമതി നൽകിയതിൽ അഴിമതി ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് പല കാരണങ്ങൾ കൊണ്ട് അഴിമതി എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മദ്യനയം ആരും അറിയാതെ തിരുത്തുകയും നവീകരിക്കുകയും ചെയ്തത് ഈ ഡൽഹിയിലെ ഒയാസിസ് എന്ന കമ്പനിക്ക് വേണ്ടിയാണ്. മാത്രമല്ല ആ കമ്പനിയുമായി വഴിവിട്ട ബന്ധം മന്ത്രി എം പി രാജേഷ് നടത്തി എന്ന് പറയുന്നു. മാത്രമല്ല അത് സാമൂഹികപരമായ ആ നാടിന്റെ ഘടനയെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ കൂടിയാണ് അഴിമതി ആരോപണത്തിന്റെ വ്യാപ്തിയെ പ്രതിപക്ഷം കാണുന്നത്. ഈ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് നേരത്തെ തന്നെ സർക്കാരിന്റെ ജവാൻ മദ്യത്തിന് നിർമ്മിക്കാൻ വെള്ളം നൽകില്ല എന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞ സ്ഥലത്ത് ഈ കമ്പനിക്ക് പുറത്തു നിന്നൊരു കമ്പനി വരുമ്പോൾ എങ്ങനെ വെള്ളം നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. മാത്രമല്ല മന്ത്രി എം പി രാജേഷ് ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞത് തനിക്ക് പറയാനുള്ളതെല്ലാം നിയമസഭയിൽ പറയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി കൂടി കാത്തിരിക്കുന്നുണ്ട്. മന്ത്രിയും ഈ വിഷയത്തിൽ ഈ മറുപടി പറയാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആ രീതിയിലാണെങ്കിൽ വലിയ ശക്തമായ ഒരു വാഗ്വാദം അത് സഭയിൽ നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്, സഭയെ എത്രമാത്രം പ്രക്ഷുബ്ധമാക്കും എന്നൊക്കെ നമുക്ക് ഇന്ന് കാണാം. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.